कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्. ശരി, അപ്പൊ നമ്മൾ ഇന്ന് വാൽമീകി രാമായണം തുടങ്ങാണ്. അപ്പൊ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറയണ്ടായി, 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിൽ ഉള്ളത്. അതിലെ പല ഭാഗങ്ങളിലും വാൽമീകിയുടെ പ്രത്യേകമായ ദർശനം ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ടി വരും. കാരണം അതിനെ അങ്ങനെ ഗൗരവമായി മനസ്സിലാക്കാതെ ആളുകൾ രാമായണത്തെയും രാമൻ മുതലായിട്ടുള്ള കഥാപാത്രങ്ങളെയും വളരെ നിന്ദിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമുക്കത് ശരിയായിട്ട് നോക്കിയാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്രീ വാൽമീകി രാമായണം ബാലകാണ്ഡം പ്രഥമ സർഗ, അല്ല ഒന്നാമത്തെ സർഗമാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെ: ഓം തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്മിതാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം എന്നാണ് ഒന്നാമത്തെ ശ്ലോകം. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്മിതാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകി മുനിപുംഗവം എന്നാണ്. അപ്പൊ ഇവിടെ ഇത് തുടക്കം നമ്മുടെ അധ്യാത്മരാമായണത്തിലൊക്കെ കാണുന്നത് പോലെ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയുള്ള രീതികളൊന്നല്ല ഇവിടെ. ഇവിടെ ശരിക്കും നേരിട്ട് അങ്ങോട്ട് പറയുകയാണ്, വാൽമീകി ചോദിച്ചു എന്നാണ്. വാൽമീകി മുനിപുംഗവം നാരദം പപ്രച്ഛ എന്നാണ്. പപ്രച്ഛ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പൃച്ഛതി സ്മ, ചോദിച്ചു. പൃച്ഛതി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു എന്നാണ്. പപ്രച്ഛ ലിട്ടാണ് ലകാരം. അപ്പോ ചോദിച്ചു എന്നർത്ഥം. പൃച്ഛതി സ്മ, ചോദിച്ചു. ആരാണ് ചോദിച്ചത്? വാൽമീകി. വാൽമീകി പലരും എഴുതുമ്പോൾ വാത്മീകി എന്ന് പലരും എഴുതാറുണ്ട്. ഈ ലായും തായും പലപ്പോഴും തെറ്റിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ത എന്ന് എഴുതിയാൽ പലരും അതിന് ല എന്ന് വായിക്കാറുണ്ട്. അപ്പോ അതുപോലെ ല എന്നുള്ളത് പലരും തെറ്റിച്ച് ത എന്നും പറയാറുണ്ട്. വാത്മീകി എന്ന് പലരും പറയാറുണ്ട്. വാത്മീകി അല്ല, വാൽമീകിയാണ്, ലായാണ് അവിടെ വാൽമീകി. അപ്പൊ വാൽമീകി മുനിപുംഗവം നാരദം പപ്രച്ഛ. വാൽമീകി മുനിപുംഗവനായ നാരദനോട് ചോദിച്ചു എന്ന്. മുനിപുംഗവൻ ആയ നാരദൻ. പുംഗവ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കാള എന്നാണ്. പുംഗവം ഗോക്കളിൽ പുമാനായിട്ടുള്ളത്, ആണായിട്ടുള്ളത്. ഗോവിന്റെ കൂട്ടത്തിൽ ആണായിട്ടുള്ളത് എന്താണ്? കാളയാണ്. അപ്പൊ കാള എന്നാണ് പദത്തിന്റെ അർത്ഥം, പുംഗവ എന്ന് പറഞ്ഞു. പക്ഷെ കാള, സിംഹം, വ്യാഘ്രം ഈ പദങ്ങളൊക്കെ പ്രശസ്തി വാചകങ്ങളായിട്ട് പറയാറുണ്ട്, കേമമായിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ. അപ്പൊ മുനി പുംഗവ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ മുനി എന്നാണ് അർത്ഥം. മുനിപുംഗവം നാരദം പപ്രച്ഛ. നാരദനോട് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? വാൽമീകി മുനിപുംഗവം നാരദം പപ്രച്ഛ. വാൽമീകി മുനിശ്രേഷ്ഠനായ നാരദനോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് നാരദനോട് ചോദിച്ചത്? നാരദനായതുകൊണ്ട് തന്നെ. ആരാണ് നാരദൻ? നാരം ദദാതി ഇതി നാരദ. നാരത്തെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. അല്ലേ? നമ്മള് മേഘത്തെ ജലദം എന്ന് പറയാറില്ലേ? ജലത്തെ ദാനം ചെയ്യുന്ന ജലദം, മേഘം. അതുപോലെ ഇവിടെ നാരത്തെ ദാനം ചെയ്യുന്നവൻ നാരദൻ. നാരം എന്ന പദത്തിന് വെള്ളം എന്നൊരർത്ഥമുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. നാരായണൻ, അല്ലേ? ജലത്തിൽ ശയിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ അതിന് അർത്ഥം പറയാറുണ്ട്. എങ്കിലും നാരം എന്ന പദത്തിന് അതിനേക്കാൾ ചേരുന്ന അർത്ഥം ജ്ഞാനം എന്നാണ്. ജ്ഞാനം, അറിവ്. അറിവിനെ ദാനം ചെയ്യുന്നവനാണ്
നാരദൻ അറിവ് കൊടുക്കും ചോദിക്കുന്നവർക്ക്. അതുകൊണ്ട് അപ്പൊ നാരായണൻ എന്ന് പറയുന്നതോ നാരമാകുന്ന അയനത്തോട് കൂടിയത്. അയനം മാർഗം, ജ്ഞാനമാകുന്ന മാർഗത്തോട് കൂടിയവനാണ് നാരായണൻ, വിഷ്ണു ഭഗവാൻ. കാരണം ജ്ഞാനമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം, അല്ലെ? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്നാണ്. അപ്പോ ആ പരബ്രഹ്മസ്വരൂപമായിട്ട് നാം കാണുന്ന നാരായണൻ വിഷ്ണു ഭഗവാൻ, ആ വിഷ്ണു ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗം എന്താണ്? നാരമാണ്, ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നാരായണൻ, നാരമാകുന്ന അയനത്തോട് കൂടിയവൻ എന്ന് പറയുന്നു. അപ്പൊ നാരം എന്നുള്ളതിന് ജ്ഞാനം എന്ന അർത്ഥം. അപ്പൊ നാരം ദാനം ചെയ്യുന്നവനായ, അറിവിനെ ദാനം ചെയ്യുന്നവനായ മുനി, മഹർഷിയായ ദേവർഷിയായ നാരദനോട് വാൽമീകി ചോദിച്ചു എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ നാരദനും വിശേഷണങ്ങളുണ്ട്, വാൽമീകിക്കും വിശേഷണങ്ങൾ ഉണ്ട്. എങ്ങനെയുള്ള വാൽമീകിയാണ് ചോദിച്ചത്? തപസ്വി, തപസ്വി വാൽമീകി, തപസ്വിയായ വാൽമീകി. തപസ്വി എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. അതായത് തപസ്വി നാരദേ, നാരദൻ എന്ന് ഒരർത്ഥമുണ്ട്. അതുപോലെ തന്നെ വളരെ ശോച്യേ, നാരദേ ശോച്യേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തപസ്വി എന്നുള്ളതേ ഋഷി, മുനി എന്ന അർത്ഥത്തിലും ശോച്യനായിട്ടുള്ള പാവം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇത്, ഈ പറയുന്ന തപസ്വി എന്നുള്ളത്. തപസ്വി. അപ്പോ ഈ രണ്ടർത്ഥത്തിൽ ഈ പ്രയോഗങ്ങൾ കാണാം. തപസ്വി മദേകപുത്ര ജനനീ ജരാതുര നവപ്രസൂതിർ വരടാ തപസ്വിനി. നളമഹാരാജാവ് ഉണ്ടല്ലോ, നളമഹാരാജാവ് ഉദ്യാനത്തിൽ വെച്ചിട്ട് ഒരു ഹംസത്തെ പിടിച്ചു. നമുക്കറിയാവുന്ന കഥയാണത്, നളന്റെ കഥ. ആ ഹംസത്തെ പിടിച്ചപ്പോ ആ ഹംസം ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ പരിതാപകരമാണ് എൻ്റെ അവസ്ഥ. എന്താണ്? മദേകപുത്ര ജനനീ ജരാതുര നവപ്രസൂതിർ വരടാ തപസ്വിനി. തപസ്വിനി എന്നപ്പോ അതോടെ പ്രയോഗിക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരൊറ്റ മകനേ ഉള്ളൂ. പിന്നെ എൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിലോ അവള് പ്രസവിച്ചു കിടക്കുകയാണ്. തപസ്വിനി അവള് പാവമായ പത്നി പ്രസവിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും ഒറ്റ ഗതി ഞാൻ മാത്രമാണ്. അതുകൊണ്ട് രാജാവേ, എന്നെ അങ്ങന്ന് നിഗ്രഹിക്കരുതേ എന്ന് നളനോട് പറയുന്ന ഹംസത്തെ നൈഷധ മഹാകാവ്യത്തില് കാണാൻ പറ്റും. അപ്പൊ തപസ്വി എന്ന വാക്കിന് പാവം എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ തപസ്വി എന്നുള്ളതിന് അർത്ഥം ആരാണ്? താപസൻ എന്നാണ്. അപ്പൊ തപസ്വി വാൽമീകി, താപസനായ വാൽമീകി. വാൽമീകി താപസനാണ് അല്ലേ? നമുക്ക് അറിയാം. വാൽമീകിയുടെ കഥയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു എന്നൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും വാൽമീകി ഈ സമയത്ത് അദ്ദേഹം തികഞ്ഞ ഒരു താപസനാണ്. അപ്പൊ താപസനായ വാൽമീകി നാരദനോട് ചോദിച്ചു. ഇനി നാരദനും വിശേഷണമുണ്ട്. എങ്ങനെയുള്ള നാരദനോടാണ് ചോദിച്ചത് എന്നാണ്. തപസ്വാധ്യായ നിരതം, പിന്നെ എന്താണ്? വാഗ്വിതാം വരം മുനിപുങ്കവം നാരദം. അതിലെ ആ ദ്വിതീയ വിഭക്തിയിലുള്ളതൊക്കെ എന്തൊക്കെയാണ്? തപസ്വാധ്യായ നിരതം, നാരദം, മുനിപുങ്കവം, നാരദം. ദ്വിതീയ വിഭക്തിയാണ്. അതെ, ദ്വിതീയ വിഭക്തി വന്നാൽ എന്തൊക്കെ അർത്ഥം വരും? അതിനെ, അതിനോട്, അതിലേക്ക്, ഇങ്ങനെ അർത്ഥമൊക്കെയാണ് വരിക ദ്വിതീയ വിഭക്തിക്ക്. തൽക്കാലം നമ്മൾ വിഭക്തി വരുന്നിടത്ത് മാത്രം ഒന്ന് പറഞ്ഞങ്ങനെ പോവുകയാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ ഇതുപോലെ വിഭക്തി ഒന്നും പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല. ദ്വിതീയ വിഭക്തിയിലാണ് ഇങ്ങനെ കാണുക. എങ്ങനെ വരിക? ബാലം, രാമം, നാരദം എന്നൊക്കെ ഉള്ളത് ദ്വിതീയ വിഭക്തിയിലാണ്, പുല്ലിംഗ ശബ്ദങ്ങളുടെ. അങ്ങനെ ദ്വിതീയ വിഭക്തിയിൽ വന്നാൽ എന്താ അർത്ഥം വരും? ഇംഗ്ലീഷിലാണെങ്കിൽ അക്യുസേറ്റീവ് കേസ് എന്ന് പറയും. അക്യുസേറ്റീവ് കേസ്, അതാണ് സംസ്കൃതത്തിലെ ദ്വിതീയ വിഭക്തി. അപ്പൊ ഇംഗ്ലീഷിലെ അക്യുസേറ്റീവ് കേസിന് എന്തൊക്കെ അർത്ഥമുണ്ടോ ആ അർത്ഥമൊക്കെ ദ്വിതീയ വിഭക്തിക്ക് സംസ്കൃതത്തിലും വരും അല്ലെ? ഇംഗ്ലീഷിലെ അക്യുസേറ്റീവ് കേസിന് എന്തൊക്കെ അർത്ഥം വരും? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെ, അതിനോട്, അതിലേക്ക് അല്ലെ? ഹി എന്ന പദത്തിന് എന്താ അർത്ഥം? അവൻ എന്നർത്ഥം.
അതിന്റെ അക്യൂസേറ്റീവ് കേസിൽ എന്താണ്? ഹിം എന്നാണ്. അതുപോലെയാണ് സംസ്കൃതത്തില് രാമഹ, അത് പ്രഥമ വിഭക്തി നോമിനേറ്റീവ് കേസ്. ദ്വിതീയയിൽ എന്താ വരിക? രാമം, ബാലം എന്നൊക്കെയാണ്. അപ്പൊ ഹിം എന്നുള്ളതിന്റെ അർത്ഥം അതിനെ, അവനെ, അവനോട്, അവനിലേക്ക്, ഈ അർത്ഥമൊക്കെ വരില്ലേ? ഐ സോ ഹിം ഇൻ ദി മാർക്കറ്റ്. അവനെ ഞാൻ മാർക്കറ്റിൽ കണ്ടു. ഹിം, അവനെ എന്നർത്ഥം. ഐ ടോൾഡ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവനോട് പറഞ്ഞു, അല്ലേ? ഇനി ദ വൈറസ് എൻറ്റേർഡ് ഹിം, വൈറസ് അവനിലേക്ക് പ്രവേശിച്ചു, മാസ്കിലാണ് നടന്നിട്ട്. എൻറ്റേർഡ് ഹിം, അപ്പൊ എന്താ അർത്ഥം? അവനിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പൊ ഇത് അക്യൂസേറ്റീവ് കേസിന് ഇംഗ്ലീഷിലുള്ള അർത്ഥങ്ങളൊക്കെ സംസ്കൃതത്തില് ദ്വിതീയക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നാരദം എന്താ അർത്ഥം? നാരദനോട് ചോദിച്ചു എന്ന്. എങ്ങനെയുള്ള നാരദനോട്? തപസ്വാധ്യായ നിരതം, തപസ്സിലും സ്വാധ്യായത്തിലും നിരതനായിരിക്കുന്ന നാരദനോട് ചോദിച്ചു. അപ്പൊ നാരദൻ എങ്ങനെയുള്ള മുനിയാണ്? ദേവർഷിയാണ്. നമുക്കറിയാം നാരം നൽകുന്നവനാണ്. തപസ്സിലും സ്വാധ്യായത്തിലും നിരതനായിരിക്കുന്നവനാണ്. നിരതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുകിയവൻ. തപസ് ചെയ്യുന്നവനാണ്, താപസനാണ്. അതുപോലെ സ്വാധ്യായം എന്താണ്? സ്വമ്മിനെ കുറിച്ച് അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ബ്രഹ്മത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് നാരദൻ. അത് അറിവ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് കൊടുക്കണമെങ്കിൽ അറിവിനെ എപ്പോഴും സ്വീകരിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയല്ലേ? അധ്യാപകരുടെയൊക്കെ കാര്യം എങ്ങനെ പറയാ? അധ്യാപകര് ആധികാരികമായിട്ട് ആപനം ചെയ്യിക്കുക, പ്രാപിപ്പിക്കുകയാണ്, അറിവിനെ പ്രാപിപ്പിക്കുകയാണ് കുട്ടികളെ കൊണ്ട്. ആഭയതി, ആധികാരികമായിട്ട് കുട്ടികളെ കൊണ്ട് അറിവിനെ പ്രാപിപ്പിക്കുന്നവരാണ് അധ്യാപകരെ. അതുകൊണ്ട് എങ്ങനെ വേണം? അധ്യാപകരെ ആരായിരിക്കണം? നല്ല സ്വീകരണം ഉള്ളവരും ആയിരിക്കണം, അല്ലേ? നന്നായിട്ട് സ്വീകരിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായി കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പൊ നന്നായിട്ട് റിസീവ് ചെയ്യുക, നന്നായിട്ട് സ്വീകരിക്കുന്ന ആൾക്കേ നന്നായി കൊടുക്കാനും കഴിയുള്ളൂ. അപ്പൊ നാരം കൊടുക്കുന്ന നാരദൻ എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരമായി അധ്യയനവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ്. അപ്പൊ തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയവനും. പിന്നെ ആരാണ്? മുനിപുങ്കവനും, മുനിമാരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നവനും. പിന്നെന്താണ്? വാഗ്വിദാം വരം. വാഗ്വിദാം എന്ന ഷഷ്ടിയുള്ള ഒരു പദമാണ്. വാഗ്വിത്തുക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ. അലുക്ക് സമാസം എന്ന് പറയും. സമാസത്തിൽ വിഭക്തി ലോപിക്കാണ്ടുള്ള സമാസാണത്. വാഗ്വിദാം വരം, വാഗ്വിത്തുക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ. വാഗ്വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാക്കിനെ അറിയുന്നവൻ, അല്ലെ? വിത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്ന എന്നാണ് അർത്ഥം. വേത്തി, വിത് ധാതുവില്ലേ? വേദം എന്നൊക്കെ ഉണ്ടാകുന്നത് ഈ പദത്തിൽ നിന്നാണ്. വേദം അറിയാനുള്ളതാണ്. അപ്പൊ വാഗ്വിത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകളെ അറിയുന്നവൻ എന്നർത്ഥം. ശാസ്ത്രവിത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ അറിയുന്നവൻ എന്നർത്ഥം. അപ്പൊ വാഗ്വിത്ത്, വാക്കുകളെ അറിയുന്നവൻ. വാഗ്വിദാം, വാഗ്വിത്തുകളിൽ വെച്ച് വരനായിരിക്കുന്നവൻ. വാക്കുകളുടെ തത്വത്തെ അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ആരോട് വേണം ചോദിക്കാനായിട്ട്? വാക് തത്വം അറിയുന്നവര് വേണം കാര്യങ്ങള് പറഞ്ഞു തരാനായിട്ട്. കാരണം എന്താണ്? അല്ലെങ്കിൽ എന്ത് വന്നു പോകും? തെറ്റ് വന്നു പോകും, അല്ലേ? മഹാരാജാൻ പറയുന്നില്ലേ? തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ, ഒന്നുമേ നരൻ ഉപായമീശ്വരൻ, അല്ലേ? ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ, വന്നു പോവും പിഴയും അർത്ഥശങ്ക കൊണ്ട് പിഴ വന്നു പോകും വാക്കുകൾക്ക്. അപ്പൊ വാക്തത്വം ശരിയായിട്ട് അറിയുന്നവൻ വേണം പറഞ്ഞു തരാൻ കാര്യങ്ങൾ. അയാൾ പറയുമ്പോൾ എന്തുണ്ടാവില്ല? അതിന് തെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് വാഗ്വിത്തുകളിൽ വെച്ച്, വാക്തത്വം അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന മുനിശ്രേഷ്ഠനായ മുനിപുങ്കവനായ നാരദനോട് വാൽമീകി മഹർഷി, തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയവനായ നാരദനോട് മുനിശ്രേഷ്ഠനായ
വാൽമീകി ചോദിച്ചു. ഇതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ആദ്യം ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു. എന്താണ്? ആദ്യം ഒരു ഇതിവൃത്തം കിട്ടണം അല്ലേ? ഒരാൾക്ക് ഒരു കാവ്യം രചിക്കണമെങ്കിൽ ഒരു ഇതിവൃത്തം വേണം. ആ ഇതിവൃത്തം കിട്ടിയാൽ പിന്നെ എന്താണ്? പിന്നെ അത് മനസ്സുമായിട്ട്, അദ്ദേഹത്തിന്റെ മനസ്സുമായി സംവദിച്ച് അതൊരു മുത്തുമണിയായിട്ട് മാറും. അതുപോലെയാണ് കാവ്യം ഉണ്ടാവുന്നത് അല്ലേ? നമ്മുടെ ഈ മൗക്തികം മുത്ത് ഉണ്ടാവുന്ന പോലെയാണ് കാവ്യത്തിന്റെ രചന എന്നുള്ളത്. കാവ്യം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ കവിത എഴുതുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ അത് എങ്ങനെയാണ് എഴുതുന്നവരെ? എങ്ങനെയാണ്? അവർക്ക് ഒരു ഇതിവൃത്തം കിട്ടും. ഇതിവൃത്തം കിട്ടിയാൽ പിന്നെ അവരുടെ മനസ്സുമായിട്ട് അത് സംവദിക്കും. മനസ്സംവാദം, ഹൃദയ സംവാദം നടക്കും. അത് എന്തുപോലെ മുത്ത് ഉണ്ടാവുന്ന പോലെയാണെന്നാണ്. ഈ മൗക്തികം ഉണ്ടല്ലോ, മുത്തുച്ചിപ്പി. മുത്തുച്ചിപ്പി സമുദ്രത്തിൽ ഇങ്ങനെ അതിന്റെ വായ പിളർന്ന അവസ്ഥയിൽ ഇത് കിടക്കും അത്രേ. അതിൻ്റെ ഉള്ളിൽ വീഴുന്ന വെള്ളം, അതിൻ്റെ ഉള്ളിൽ വെള്ളം വീണാൽ അത് അടഞ്ഞിട്ട് സമുദ്രത്തിലേക്ക് അടിത്തട്ടിലേക്ക് ആണ്ട് 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 അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ അത് അവിടെ കിടക്കും. പിന്നെ അതിൻ്റെ സംസ്കാരവുമായി യോജിച്ചത് എന്തായിത്തീരും? നല്ല മുത്തായിട്ട് മാറും. ഇതുപോലെയാണ് ഈ കാവ്യം ഉണ്ടാവുന്നത്. ഇങ്ങനെ കവിത്വമുള്ള ആളുകൾ ഇങ്ങനെ ലോകപരിചയം പല പല കാര്യങ്ങൾ അവർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തായിത്തീർന്നു? ഈ മുത്തച്ചിപ്പിയുടെ ഉള്ളിൽ വെള്ളം കിട്ടിയതുപോലെയാവും. പിന്നെ അവര് അന്തർമുഖന്മാരാവും. ആളെന്ന് ചിലപ്പോൾ കണ്ടറിയില്ല. അവരുടെ മനസ്സ് എന്താണ്? ഈ ഇതിവൃത്തവുമായിട്ട് ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അതിനെന്തുണ്ടാകും? അതിൻ്റെ നാനാമുഖമായിട്ടുള്ള വശങ്ങളെ അവർ കാണും. അതിന് നമ്മൾ കാണുന്നതിനും അപ്പുറം അതിക്രമിച്ച് നിൽക്കുന്ന അർത്ഥതലങ്ങളെ അവർ കാണും. എന്നിട്ട് അതിനെയാണ് അവരെന്ത് ചെയ്യുന്നത്? അതിനെയാണ് അവര് വർണ്ണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു മുത്ത് രൂപപ്പെടുന്ന പോലെയാണ് ഒരു കാവ്യം ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം എന്ത് വേണം? ആദ്യം ഒരു ഇതിവൃത്തം കിട്ടണം, ഒരു പ്ലോട്ട്. കുമാരനാശാനെ കിട്ടിയതെന്താണ്? ഒരു പൂവ്, ഒരു വീണ പൂവ്. വീണ പൂവ് കണ്ടപ്പോഴേ പെട്ടെന്ന് അദ്ദേഹം എന്ത് വിചാരിച്ചത്? എത്ര ഉത്കൃഷ്ടമായ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കും എന്തുണ്ടാകാം? ഇതുപോലൊരു പതനം ഉണ്ടാകാം. അപ്പോ അത് തനിക്ക് പറയാനുള്ള എന്തോ ഒരു വിഷയമായിട്ട് അദ്ദേഹത്തിന് തോന്നി. പിന്നെ അതുമായി മനസ്സ് സംബന്ധിച്ചിട്ട് അതുപോലെ ഇവിടെ വാൽമീകി ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്? നാരദനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം ആലോചിച്ചത് എന്താണ്? ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ ആരാണ് ഉള്ളത്? നല്ല ആളുകൾ ആരാണുള്ളത്? ഇത് ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോഴാണ് നാരദനെ കാണുന്നത്. ഉടനെ നാരദനോട് ചോദിച്ചു. തപസ്സിലും സ്വാധ്യായത്തിലും ഒഴുകിയവനായ മുനിശ്രേഷ്ഠനായ നാരദനോട് ആര് ചോദിച്ചു? വാൽമീകി ചോദിച്ചു. ഇതാണ്. ഇനി എന്താണ് ചോദിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം എങ്ങനെയാണ്? തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. മുനിപുംഗവനായ നാരദനോട് വാൽമീകി ചോദിച്ചു. എന്താണ് വാൽമീകി ചോദിച്ചത്? വാൽമീകിയുടെ മനസ്സിലുണ്ട്. ആരോടെങ്കിലും ചോദിച്ചറിയണം ഈ കാര്യം. എന്ത് കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്? നമുക്ക് നോക്കാം എന്താണ് വാൽമീകി ചോദിച്ചത്. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. അവിടെ കൊണ്ട് തീർന്നില്ല. ചാരിത്രേണ ച കോയുക്തഃ സർവഭൂതേഷു കോഹിതഃ വിദ്വാൻ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ ആത്മവാൻ കോചിത ക്രോധോ ദ്യുതിമാൻ കോനസൂയകഃ അസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ മഹർഷിത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. ഇതാണ് ചോദിക്കുന്നത്. എന്താണ് എനിക്ക് ഇത് അറിയാൻ ആഗ്രഹമുണ്ട്. ഏതദിച്ഛാമ്യഹം ശ്രോതും. അഞ്ചാമത്തെ ശ്ലോകത്തിലാണ് അത് വരുന്നത്. ഏതദിച്ഛാമി അഹം ശ്രോതും. ഏതെന്ന് പറഞ്ഞാല് ഇത്. ഏതത് ഇച്ഛാമി അഹം ശ്രോതും. അഹം ഞാൻ, അറിയാമല്ലോ. ശ്രോതും എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവിക്കുവാൻ, കേൾക്കുവാൻ. ഏതത് ഇച്ഛാമി എന്ന് പറഞ്ഞാല്
ഇച്ഛിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം അല്ലെ. ഇച്ഛാമി ഞാൻ എന്നാണ്. ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. ഏതത് ഇച്ഛാമി അഹം ശ്രോതും. അഹം ഏതത് ശ്രോതും ഇച്ഛാമി. എനിക്ക് ഞാൻ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല പരം കൗതൂഹലം ഹിമേ. പരം കൗതൂഹലം ഹി മേ. മേ എന്ന് പറഞ്ഞാൽ മമ, എനിക്ക് ഇതിൽ പരമമായ കൗതുകമുണ്ട്. വെറുതെ ചെറിയൊരു ജിജ്ഞാസയൊന്നല്ല. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനുള്ള ആഗ്രഹം, ചെറിയൊരു ആഗ്രഹം. പരം കൗതൂഹലം, പരമമായ കൗതുകമുണ്ട് എനിക്കിത് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി ഞാനിത് ആഗ്രഹിക്കുന്നു. എന്തിനെ? കേൾക്കാൻ. ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ. എനിക്ക് പരമമായ കൗതുകമുണ്ട് ഇക്കാര്യത്തിൽ. ഇനി മഹർഷേ ത്വം സമർത്ഥോസി. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ കൗതുകമുണ്ടെങ്കിൽ ആരോടൊക്കെ ചോദിക്കാൻ? എന്തുകൊണ്ടാണ് എന്നോട് തന്നെ ചോദിക്കുന്നത് എന്നാണെങ്കിൽ, മഹർഷേ, അല്ലയോ മഹർഷേ. വാൽമീകി നാരദനെ വിളിക്കുകയാണ്. അല്ലയോ മഹർഷി, അങ്ങ് മഹർഷിയാണ്, ദേവർഷിയാണ്. ത്വം സമർത്ഥഃ അസി. ത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന്, സമർത്ഥഃ അസി, അവിടുന്ന് സമർത്ഥനാണ്. എന്തിന് സമർത്ഥനാണ്? ജ്ഞാതും. എന്ന് പറഞ്ഞാല് ജ്ഞാനം ചെയ്യുവാൻ, കേൾക്കുക, അറിയുവാൻ. ജ്ഞാതും, അങ്ങക്ക് ഇത് അറിയുവാൻ സമർത്ഥനാണ്. ആരെയാണ് അറിയേണ്ടത്? ഏവം വിധം നരം. ഏവം വിധം നരം ദ്വിതീയ വിഭക്തിയിലാണ്. ഏവം വിധം നരം. ഇപ്രകാരത്തിലുള്ള നരനെ അറിയുവാൻ അങ്ങ് സമർത്ഥനാണ്. എനിക്ക് വലിയ കൗതുകമുണ്ട് ഈ കാര്യങ്ങൾക്ക്. ഈ വിധത്തിലുള്ള നരനെ അറിയുവാൻ അങ്ങാണ് സമർത്ഥൻ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എന്നാണ്. ഇനി ഏത് വിധത്തിലുള്ള നരനാണ്? ഒരു നരന്റെ, ഒരു ആദർശ പുരുഷനായ നരനിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്ന് പറയുകയാണ് വാൽമീകി. എന്നിട്ടാണ് അങ്ങനെയുള്ള മനുഷ്യനെ അറിയുവാൻ അങ്ങ് സമർത്ഥനാണ് എന്ന് വാൽമീകി നാരദനോട് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്ന ഗുണങ്ങൾ? കോന്നു അസ്മിൻ സാമ്പ്രതം ലോകേ കഹ നു. കഹ എന്ന് പറഞ്ഞാൽ ഹു, ആര് എന്നാണ്. കഹ, ഹു, ആര് എന്നാണ്. ആരാണ്? നു, ആരാണ് പോലും. ആ നു എന്നുള്ള നിർദ്ധാരണാർത്ഥത്തിലാണ്. ആരാണ്? നിശ്ചയമായിട്ടും ആരാണ്? കോ നു, കഹ നു, ആരാണ് പോലും. അസ്മിൻ സാമ്പ്രതം ലോകേ. അസ്മിൻ ലോകേ. ലോകേ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ. അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ. സാമ്പ്രതം. സാമ്പ്രതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ എന്ന് ഒരർത്ഥം. സാമ്പ്രതം എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇപ്പോൾ എന്ന്, പിന്നെ ഒന്ന് യുക്തമായത് എന്നൊരർത്ഥം കൂടിയുണ്ട്. സാമ്പ്രതം അല്ലെ? സാമ്പ്രതം. പ്രാപ്തമായിതു രാജ്യം എനിക്കെന്നകതരിൽ ഓർത്തു വർത്തിച്ചിടരു ദുർവീശൻ അസാമ്പ്രതം. രാജ്യം എന്റെ കയ്യിലാണ് എന്ന് വിചാരിച്ച് രാജാവ് അസാമ്പ്രതം പ്രവർത്തിക്കരുത്. എന്താണ് അസാമ്പ്രതം? സാമ്പ്രതമല്ലാത്തത്, ശരിയല്ലാത്തത് എന്നർത്ഥം. അപ്പൊ സാമ്പ്രതം എന്ന വാക്കിന് എന്താർത്ഥമുണ്ട്? ശരിയായത് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ സാമ്പ്രതം എന്നതിന് ഇപ്പോഴെന്നും അർത്ഥം. ഇതം സാമ്പ്രതം സാമ്പ്രതം മന്യേ എന്നൊരു പ്രയോഗമുണ്ട്. ഇതം സാമ്പ്രതം മന്യേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇത് ഇപ്പോൾ ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടാ, ആ സാമ്പ്രതം എന്നുള്ള രണ്ടർത്ഥത്തിലാ. സാമ്പ്രതം മന്യേ, ഇപ്പോൾ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതം സാമ്പ്രതം മന്യേ, ഇത് ഇപ്പോൾ ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാലത്തും എല്ലാം ശരിയല്ല. ചില കാലത്ത് ശരിയല്ലാത്തത് മറ്റു ചില കാലങ്ങളിൽ ശരിയായിട്ട് വരും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കണ്ടെത്താൻ കഴിയും. അപ്പൊ സാമ്പ്രതം ഇപ്പോൾ, ലോകേ. സാമ്പ്രതം അസ്മിൻ ലോകേ, ഇപ്പോൾ ഈ ലോകത്ത്. എന്താണ്? കോന്നു ഗുണവാൻ വീര്യവാൻ
ധർമ്മജ്ഞ കൃത കൃതജ്ഞശ്ച സത്യവാക്യ ദൃഢവ്രത. ഈ ഗുണങ്ങളൊക്കെയുള്ള ആളുകൾ ഇന്ന് ഈ ലോകത്ത് ആരാണ് ഉള്ളത്? ഏകവചനത്തിലാ ചോദിച്ചത്. ഏത് മനുഷ്യനാണ് ഈ ലോകത്ത് അങ്ങനെ ഉള്ളത്? എങ്ങനെയുള്ള ആളാണ്? ഗുണവാൻ, ഗുണങ്ങളുള്ള ആള്. ഗുണങ്ങളുള്ള ആള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ഗുണങ്ങളുള്ള ആളുകൾ. എല്ലാവർക്കും ഗുണങ്ങളില്ലേ? എല്ലാവർക്കും ഗുണങ്ങളുണ്ട്. പക്ഷെ ഗുണവാൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഗുണവാൻ എന്ന് പറയുക, അല്ലേ? ചെറുതായിട്ട് ചെറിയ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എടുത്ത് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ശക്തിമാൻ എന്ന് ആരാ പറയാ? നല്ല കരുത്തുള്ളവനെയാണ്, അല്ലെ? എടുത്ത് പറയത്തക്ക വിധത്തിൽ കരുത്തുണ്ടെങ്കിലാണ് ശക്തിമാൻ, കരുത്തൻ എന്നൊക്കെ നമ്മൾ പറയുക, അല്ലേ? കൈ, നമുക്കൊക്കെ കൈയുണ്ട്, നമ്മളെ കരിന്ന് ആരും പറയുന്നില്ല. അല്ലെങ്കിൽ ഹസ്തമുണ്ട്, ഹസ്തി എന്ന് നമ്മളെന്നും പറയുന്നില്ല. ആനയെ ഹസ്തി എന്ന് പറയും, കരമുള്ളത് കൊണ്ട് കരി എന്നും പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റ് ജീവികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആനയുടെ ആ കരം, അല്ലെ, തുമ്പിക്കൈ, അതിന്റെ ശുണ്ഠ എന്ന് പറയുന്നത് അതെന്താണ്? അത് പ്രത്യേകമായ ഒരു അഴക് തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആനയെ കരമുള്ള ജീവി എന്ന അർത്ഥത്തിൽ കരി എന്നും, ഹസ്തമുള്ള എന്ന അർത്ഥത്തിൽ ഹസ്തി എന്നും പറയുന്നു. അതുപോലെ എടുത്ത് പറയത്തക്ക വിധത്തിൽ ഗുണങ്ങളുള്ള മനുഷ്യൻ ആരാണ്? കശ്ച വീര്യവാൻ, വീര്യവാനായിട്ടുള്ള ആൾ ആരാണ്? വീര്യമുള്ള ആള്. വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വീര്യം എന്ന് പറഞ്ഞാല് മാറ്റങ്ങൾ വരാവുന്ന സാഹചര്യങ്ങൾ മാറ്റം വരാതിരിക്കാന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഭാഗവതത്തിൽ പറയുന്ന ഒരു ലക്ഷണമുണ്ടല്ലോ, എന്തിനാണ്? ധൈര്യം, ധീരൻ എന്നുള്ളതിനെ അവിടെ പറയുന്ന ഒരു ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യമാണ് കേട്ടോ ധൃതി എന്ന് പറഞ്ഞാലേ. നമ്മൾ തിടുക്കം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും ധൃതി എന്ന പദം പ്രയോഗിക്കാറ്. എനിക്ക് ധൃതി ഉണ്ടെന്ന് മലയാളിൽ പറയും. ധൃതി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തിടുക്കമല്ല, പിന്നെ എന്താണ്? ധൈര്യമാണ്. അതില് ഭാഗവതത്തില് ഒരു ലക്ഷണം പറയുന്നുണ്ട് ധൃതിക്ക്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ഭാഗവതത്തിൽ ധൃതിക്ക് പറയുന്ന ലക്ഷണം? ജിഹ്വോപസ്ഥജയോ ധൃതി എന്നാണ്. ജിഹ്വോപസ്ഥജയോ ധൃതി. ജിഹ്വ, നാവ്. ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവമാണ്. നാവിനെയും ലൈംഗികതയെയും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ധൃതി അഥവാ ധൈര്യം. അപ്പൊ ധീരൻ എന്ന് പറയണമെങ്കിൽ എന്താണ്? രണ്ട് കാര്യങ്ങളിൽ, രണ്ട് അവയവങ്ങളിൽ, രണ്ട് ഇന്ദ്രിയങ്ങളിൽ പരിപൂർണമായ നിയന്ത്രണം ഉണ്ടാകും. നമുക്ക് ഒട്ടുമില്ലാത്തതാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. ഒരുവിധ ആളുകൾക്കൊക്കെ, എല്ലാവർക്കും അല്ല, പലർക്കും ഇല്ല. എന്താണ്? ഒന്ന്, നാവ് നിയന്ത്രിക്കാൻ കഴിയില്ല. നാവ് എന്ന് പറയുമ്പോൾ നാവിൽ രണ്ട് ഇന്ദ്രിയങ്ങളുണ്ട്. ഏത് ഇന്ദ്രിയാണ്? ഒരു ജ്ഞാനേന്ദ്രിയവും ഒരു കർമ്മേന്ദ്രിയവും, അല്ലെ? ജ്ഞാനേന്ദ്രിയം ഏതാണ്? വാക്ക്, സംസാരം നാവിലൂടെയാണ്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഒരു നിയന്ത്രണവും ഇല്ല, തോന്നിയതൊക്കെ പറഞ്ഞു പോകും. പിന്നെ വിചാരിക്കുക അയ്യോ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയും. പല പല സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളാണെങ്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ഥാനവും നഷ്ടപ്പെട്ട് പോയെന്ന് വരും. ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ചില വാക്ക് പ്രയോഗിക്കും, പറ്റില്ല, ഈ സ്ഥാനം രാജിവെച്ചേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോ നാക്കിൽ എന്തുണ്ട്? വാക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം നാവിലുണ്ട്. രണ്ടാമതൊരു ജ്ഞാനേന്ദ്രിയമുണ്ട്. അത് ഏതാണ്? അത് രസനയാണ്, രുചിക്കുക. രുചിയെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ല പലർക്കും, അല്ലേ? പലപ്പോഴും ഡോക്ടർ പറയും പഞ്ചസാര കഴിക്കരുത്, മധുരം കഴിക്കരുതെന്ന് പറയും, എന്നാലും കഴിക്കും. എന്തുകൊണ്ടാണ്? നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. അപ്പൊ വാക്കും പിന്നെന്താണ്? രുചി, കൊതി, ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ നിയന്ത്രിക്കേണ്ട എന്താണ്? ഉപസ്ഥം, ലൈംഗികത. ലൈംഗികത നിയന്ത്രിക്കാൻ കഴിയാതെ എത്രയോ ആളുകളാണ് അപകടത്തിൽപ്പെടുത്തി. നമ്മൾ അടുത്ത കാലത്ത് വളരെ അധികം നമ്മുടെ മനസ്സിനെ ഉലച്ച ഒരു കാര്യമാണ് 1.5 വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെട്ട ഒരു സംഗതി, അല്ലെ? രണ്ട് കൈയും ഒടിഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ആ ചിത്രം കണ്ടപ്പോ നമ്മുടെ മനസ്സൊക്കെ തേങ്ങിപ്പോയി, അല്ലേ? ആ കുട്ടിയുടെ അമ്മ എന്താണ്? വേറൊരാളുടെ കൂടെ പോയതാണ് ആ കുട്ടിയുടെ അച്ഛന്റെ മരണത്തിന് ശേഷം, അല്ലേ? ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പോലും അവരെന്ത് ചെയ്തില്ല?
അയാളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ആ കുട്ടിയെ കൊണ്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ലൈംഗികതയെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോ ജിഹ്വോപസ്ഥജയോ ധൃതിഹി, ഇത് ഞാൻ പറയുന്ന നിർവചനമല്ല, ഭാഗവതത്തിൽ പറയുന്ന നിർവചനമാണ്. ജിഹ്വോപസ്ഥജയോ ധൃതിഹി, ധൈര്യം എന്ന് പറയുന്നത് അതാണ്. എന്ത് വന്നാലും നിയന്ത്രണം വിട്ട് വാക്ക് പറയാതിരിക്കുക, എന്ത് വന്നാലും രുചികളുടെ പിന്നാലെ പോവാതിരിക്കുക, എന്ത് വന്നാലും ധാർമ്മികമല്ലാത്ത ലൈംഗികതയിൽ എന്ത് ചെയ്യാതിരിക്കുക, പോവാതെ ഇരിക്കുക. അങ്ങനെയുള്ള അയാളാണ് ധീരൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരൊറ്റ കുത്തിന് 4 പേരെ കടാരയിൽ കോർക്കുന്നവനല്ല, അയാൾ ധീരനല്ല. അതാണ് കാരണം. എന്താണ്? അയാൾ വികാരപൂഷനായിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇത് തന്നെയാണ് ശരിക്ക് എന്ത് പറയുന്നത്, വീര്യം എന്നും പറയുന്നത്. വീര്യം, നല്ല വീര്യമുള്ള മരുന്നാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് വീര്യം എന്ന് പറയുമ്പോൾ? അതിൻ്റെ ഗുണത്തിന് മാറ്റം വരുത്താവുന്ന സാഹചര്യം ഉണ്ടായാലും മാറാതിരിക്കാന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളതായ നിർവചനം. അപ്പൊ വീര്യവാൻ ആരാണ്? ഇങ്ങനെ സ്പൃഹണീയങ്ങളായ ഗുണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്ന വീരൻ ആരാണ്? അപ്പൊ അസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കഹ കശ്ച കഹാച്ച വീര്യവാൻ. പിന്നെ വീര്യവാനും ആരാണ്? ഇപ്പൊ ഗുണവാനാകണം, വീര്യവാനാകണം. ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച. ധർമ്മജ്ഞനും കൃതജ്ഞനും ആരാണ്? ധർമ്മം അറിയുന്നവൻ ധർമ്മജ്ഞൻ. ധർമ്മം അറിയുന്നു. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരണോപാധികളാണ്. ഈ പ്രപഞ്ചത്തെ, ജീവലോകത്തെ നിലനിർത്തുവാൻ പര്യാപ്തമായ എല്ലാം എന്താണ്? ധർമ്മമാണ്. ധാരണം എന്ന് പറഞ്ഞാൽ ധരിക്കൽ. ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു നിർത്തുക, സസ്റ്റൈനബിലിറ്റി, പിടിച്ചു നിർത്തുക. ഈ പ്രപഞ്ചത്തെ, സമൂഹത്തെ നിലനിർത്താൻ പറ്റിയ കാര്യങ്ങളൊക്കെ ധർമ്മമാണ്. അതെല്ലാം ധർമ്മമാണ്, അല്ലേ? നമ്മളിപ്പോ ആളുകളോട്, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ ഉന്മൂലനം ചെയ്യാൻ നടക്കുക. അപ്പൊ നമ്മളെ ഉന്മൂലനം ചെയ്യാൻ വേറെ ആളുകളുണ്ടാവും, നമ്മളെക്കാൾ കരുത്തന്മാരുണ്ടാവും. അപ്പൊ അതെന്തല്ല? അത് ധർമ്മമല്ല. അതുപോലെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്താണ്, പുറത്തേക്ക് റോഡിലേക്ക് വലിച്ചെറിയുക, അല്ലേ? പൊതു സ്ഥലങ്ങൾ വൃത്തികേടാക്കുക. അങ്ങനെ നിലനിൽക്കാൻ പറ്റുമോ സമൂഹത്തിന്? ഇല്ല. അപ്പൊ അത് ധർമ്മമല്ല. നമ്മുടെ വേസ്റ്റ് കൊണ്ടായിട്ട് പുഴയിലേക്ക് എറിയാം, അങ്ങനെ എല്ലാവരും അറിഞ്ഞാൽ പുഴവെള്ളം ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്തല്ല? അത് ധർമ്മമല്ല. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിനെ, അത് മനുഷ്യൻ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ സമൂഹം. വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം അടങ്ങുന്നതാണ്. അങ്ങനെയുള്ള സമൂഹത്തിന്റെ നിലനിൽപ്പ് ധരിക്കുക, അതിനെ നിലനിർത്തുക, അതിന് സഹായകമായത് എന്താണ്? അതെല്ലാം ധർമ്മമാണ്. ധർമ്മം അറിയുന്നവൻ ആരാണ്? ധർമ്മം പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാറുണ്ട്, അല്ലേ? ഇവൻ നമ്മുടെ എന്താണ് പറയുക, നമ്മൾ കണ്ട പോലെ ഉപഭോഗ വസ്തുക്കൾ നമ്മൾ വാരിക്കൂട്ടുന്നതും ഉപഭോഗ സംസ്കാരത്തിൽ കഴിയുന്നതും ഒക്കെ എന്താണ്? ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്, അല്ലേ? നമ്മുടെ അമിതമായ ഉപഭോഗം കൊണ്ട് ഭൂമിയിൽ എന്ത് നിറയ്ക്കുക? വേസ്റ്റ് നിറയ്ക്കുക, പുക നിറയ്ക്കുക, അല്ലേ? വാഹനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അമിതമായി ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷമെല്ലാം വെക്കാം. അതൊന്നും എന്തല്ല? ധർമ്മമല്ല. അപ്പോൾ ധർമ്മത്തെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അറിയുന്നവനാണ് ധർമ്മജ്ഞ. എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അറിയുന്ന എന്ന് മനസ്സിലാക്കണം. ധർമ്മജ്ഞൻ, അല്ലെ? ശാസ്ത്രം അറിയുന്നവൻ ശാസ്ത്രജ്ഞൻ, സർവം അറിയുന്നവൻ സർവജ്ഞൻ എന്ന് പറയുന്ന പോലെയാണ് ധർമ്മം ജാനാതി. ജാനാതി അറിയുന്നു. ധർമ്മം ജാനാതീതി ധർമ്മജ്ഞ. കൃതജ്ഞ. ധർമ്മജ്ഞൻ മാത്രം പോരാ, കൃതജ്ഞനും വേണം. എന്താണ് കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ? കൃതം ജാനാതി ഇതി കൃതജ്ഞ. കൃതത്തെ അറിയുന്നവൻ കൃതജ്ഞൻ. നമ്മൾ പറയാറില്ലേ കൃതജ്ഞൻ? പറയാറുണ്ട് നമ്മള്. മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അറിയുക, അയാൾ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നതിനെ, കൃതമായതിനെ അറിയുന്നവനാണ് കൃതജ്ഞൻ. അതല്ലാത്ത ആരാണ്? കൃതഘ്നൻ. ഘ്നൻ എന്ന് പറഞ്ഞാൽ ഘാതകൻ, ഹനിക്കുന്നവൻ എന്നർത്ഥം. എന്തെങ്കിലും ചില ആളുകൾക്കുണ്ട്, നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അത് മുഴുവൻ നശിപ്പിക്കും. അങ്ങനെയുള്ള ആളെ എന്ത് പറയാ? കൃതഘ്നൻ എന്ന് പറയാ. കൃതമായതിനെ അറിയുക. നമ്മൾ അപകാരങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല അറിയേണ്ടത്. പിന്നെന്താണ്?
ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അറിയുന്നവനെയാണ് കൃതജ്ഞൻ എന്ന് പറയാം. അപ്പൊ ധർമ്മജ്ഞൻ ആരാണ്? കൃതജ്ഞൻ ആരാണ്? സത്യവാക്യ. സത്യവാക്യൻ ആരാണ്? സത്യവാക്യൻ എന്ന് പറഞ്ഞ ആരാണ്? സത്യമായ വാക്യത്തോട് കൂടിയവൻ. ഒരു വാക്യം പറഞ്ഞാൽ അതിനെ സത്യമാക്കുന്നവനാണ് സത്യവാക്യ. സത്യം വാക്ക്, സത്യമായിട്ടുള്ള വാക്ക്, അത് ആർക്കാണ് ഉള്ളത്? അവൻ സത്യവാക്യ. സത്യവാക്യ. ദൃഢവ്രത, ദൃഢമായ വ്രതത്തോടു കൂടിയവൻ. ഒരു വ്രതം സ്വീകരിച്ചാൽ അതിനെ ദൃഢമായി കൊണ്ടു നടക്കുന്നവൻ. ഒരു പ്രതിജ്ഞ ചെയ്താൽ കൊണ്ടു നടക്കുന്നവൻ. അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കും. എന്ത് വന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ആദർശധീരന്മാരെന്നൊക്കെ പറയും. അത് അവരുടെ ആദർശമാണ്. ആദർശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കണ്ണാടി എന്നാണ് അർത്ഥം. മിറർ, കണ്ണാടി എന്നാണ് അർത്ഥം ആദർശം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ എന്ന അർത്ഥത്തിൽ ആദർശം എന്ന് പറയുന്നത്? അതിനെ കൊണ്ടു നടക്കുന്നതിൽ അയാളുടെ വ്യക്തിത്വം പ്രതിഫലിച്ച് കാണാം, കണ്ണാടിയിൽ കാണുന്നത് പോലെ. അതിനെ, ആ ആദർശത്തെ കൊണ്ടു നടക്കുന്നതിൽ അയാളുടെ വ്യക്തിത്വം നിഴലിച്ച് കാണാൻ പറ്റും, അതിൽ പ്രതിഫലിച്ച് കാണാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അതിനെ ആദർശം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മജ്ഞ, കൃതജ്ഞ, സത്യവാക്യ, ദൃഢവ്രത, ദൃഢമായ വ്രതത്തോട് കൂടിയവൻ. പിന്നെ ആരാണ്? അപ്പോ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞു. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ഈ ഗുണങ്ങളൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞ, കൃതജ്ഞ, സത്യവാക്യ, ദൃഢവ്രത. 6 ഗുണങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, ഒറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. തീർന്നില്ല, അടുത്തതിൽ വീണ്ടും പറയുന്നു. ചാരിത്രേണ ച കോ യുക്തഃ സർവഭൂതേഷു കോ ഹിതഃ വിദ്വാൻ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ. ആരാണ്? ചാരിത്രേണ കഃ യുക്തഃ. ചാരിത്രത്തോടു കൂടിയ പുരുഷൻ ആരാണ്? ചാരിത്രം, ചാരിത്രം എന്ന് പറഞ്ഞാൽ ചാരിത്ര ശുദ്ധിയുള്ളവൻ ആരാണ്? നമ്മളെപ്പോഴും ചാരിത്രം ചാരിത്രം എന്ന് പറയുകയും അത് സ്ത്രീകൾക്ക് വേണ്ട ഒരു ഗുണമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാറുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചരിക്കുന്നതാണ് നമ്മുടെ ചരിത്രം. നമ്മൾ ഹിസ്റ്ററി എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് ചരിത്രം, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരാൾ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി വെച്ചാൽ അത് അയാളുടെ ചരിത്രമായി, ഹിസ്റ്ററിയായി, ഹിസ് സ്റ്റോറി, അല്ലെ? ചരിത്രമായി. ഒരാൾ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയാൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയായി, ചരിത്രമായി. പക്ഷെ വേറെ അർത്ഥത്തിൽ നോക്കിയാൽ എന്താണ്? അത് ചാരിത്രം, ചരിത്രം എന്താണ്? അത് ഒരാൾ ചെയ്യുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ആ രാജ്യം ചെയ്തതല്ല, അവിടെ നടന്ന സംഭവങ്ങളാണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതി ഇഹ ആസ, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇതിഹാസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ശരിക്ക് ഹിസ്റ്ററി എന്ന വാക്കിനെ സംസ്കൃതത്തിൽ എന്താണ് പറയുക? ഇതിഹാസ എന്നാണ് പറയുക. അപ്പൊ നമ്മുടെ മഹാഭാരതമൊക്കെ ഇതിഹാസമാണെന്ന് പറയുമ്പോൾ എന്താണ്? അത് ചരിത്രമാണ് എന്ന അർത്ഥത്തിലാണ് അതിനെ ഇതിഹാസം എന്ന് നമ്മൾ പറയും. ഒരാളുടെ ചരിത്രം പറയുമ്പോൾ വേണമെങ്കിൽ അത് അയാൾ ചെയ്ത കാര്യമാണെന്ന അർത്ഥത്തിൽ നമുക്ക് ചരിത്രം എന്ന് പറയും. അപ്പൊ ചാരിത്രം എന്ന് പറയുന്നത് ചരിത്ര ശുദ്ധിയാണ്. ഒരാളുടെ ആചരണങ്ങൾ, പ്രവൃത്തികൾ, ആ പ്രവൃത്തികളുടെ ശുദ്ധിയാണ് നമ്മൾ എന്ന് പറയുന്നത് ചാരിത്രം എന്ന് പറയുന്നത്. അപ്പോ നല്ല സ്വഭാവമുള്ള ആൾ എന്ന് അർത്ഥമാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ചരിത്രം അഥവാ ചാരിത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം വേണ്ട ഗുണമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇനി എന്താണ് ഭിന്നപ്രകൃതികളുണ്ടെങ്കിൽ സ്ത്രീ പ്രകൃതികളായ ആളുകൾക്കും പുരുഷപ്രകൃതികളായ ആളുകൾക്കും ഭിന്നപ്രകൃതികളായ ആളുകൾക്കും എല്ലാവർക്കും വേണ്ട ഒന്നാണ് എന്ത്? ചാരിത്രം എന്ന് പറയുന്നത്. അതുള്ളവരാരെങ്കിലും ഉണ്ടോ? സത്പ്രവൃത്തികൾ ചെയ്യുക, പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ആര്യന്മാരായിരിക്കുക, ആര്യവൃത്തികളായിരിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് എന്താ പറയാ? ആര്യൻ എന്ന് പറയാ. ആര്യൻ എന്ന് പറഞ്ഞാൽ ആര്യനും ദ്രാവിഡനും ആ
കോൺസെപ്റ്റ് അല്ല അവിടെ. ആര്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കർത്തവ്യം ആചരൻ നിത്യം അകർത്തവ്യമനാചരൻ തിഷ്ഠതി പ്രകൃതാചാരേ യോയം ആര്യൈതി സ്മൃത. കർത്തവ്യം ആചരൻ നിത്യം, എന്നും കർത്തവ്യം ആചരിച്ചുകൊണ്ട്, അകർത്തവ്യം അനാചരൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് തിഷ്ഠതി പ്രകൃതാചാരേ, തൻ്റെ പ്രകൃതത്തിന് അനുസൃതങ്ങളായ ആചാരങ്ങളിൽ വർത്തിക്കുന്നവനാണ് ആര്യ ഇതി സ്മൃത. അങ്ങനെയുള്ള ആളെയാണ് ആര്യൻ എന്ന് പറയുക. അപ്പൊ നമ്മളെപ്പോഴും ആര്യന്മാരെന്ന അർത്ഥത്തിലാണ് നമ്മൾ ആര്യൻ എന്ന് പറയാറ്. പിന്നെ ഒരാളെയും കൂടെ നമ്മൾ ആര്യൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ വളരെ വേരൂന്നിയ ഒരു പദമുണ്ട്, ആര്യൻ. അത് ആരെയാണെന്ന് അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭർത്താവിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? ആര്യപുത്രൻ എന്ന്. ആര്യന്റെ പുത്രൻ. അപ്പൊ ആര്യൻ ആരാണ്? അമ്മാനച്ഛനാണ്. ആര്? ആര്യൻ. ആര്യൻ എന്ന വാക്കുകൊണ്ട് നമ്മള് അമ്മാനച്ഛനെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോ ആര്യപുത്രൻ എന്ന് ഭർത്താവിനെ പറയുന്നതിന് കാരണം അതാണ്. ഒരു അമ്മാനച്ഛനായാൽ ഒരാൾ എങ്ങനെ വീട്ടിൽ കഴിയണം, വളരെ നിഷ്ഠയോട് കൂടിയിട്ട്. കാരണം ആ വീട്ടിൽ ആരുണ്ട്? സ്നുഷയുണ്ട്, മകന്റെ പത്നി അവിടെയുണ്ട്. അവിടെ എന്താ ഉണ്ടാകാൻ പാടില്ല? ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്ന് ധൈര്യച്യുതി ഉണ്ടാകാൻ പാടില്ല. ധീരനായിരിക്കണം. നേരത്തെ പറഞ്ഞ ഭാഗവതത്തിൽ പറയുന്ന ധീരത എന്താണ്? ജിഹ്വോപസ്ഥജയോ ധൃതിഹി. അവിടെ വേണ്ടാത്ത പറയാനും പാടില്ല, പ്രവർത്തിക്കാനും പാടില്ല. എല്ലാവരും ഓർത്തിരുന്നു കൊള്ളണം. അതുകൊണ്ടാണ് ആര്യൻ എന്ന പദം അമ്മാനച്ഛന് പറയുന്നത് എന്നും കൂടെ ഒന്ന് ഓർത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഇന്ന് പലയിടത്തും വൃദ്ധസദനങ്ങൾ കൂടുന്നു. പലപ്പോഴും നമ്മൾ യുവാക്കളെ കുറ്റം പറയാറുണ്ട്, അച്ഛനമ്മമാരെ നോക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ അപൂർവമായിട്ടെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും എന്താണ്, ഈ താൻ ആര്യനാണ് എന്ന കാര്യം ഓർക്കാത്ത ആളുകളുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നർത്ഥം. അപ്പോ ഇവിടെ എന്താണ്? അവിടെ ശരിക്കും ചാരിത്രത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ ആര്യവൃത്തിയായിരിക്കുന്നവൻ എന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഒരിടത്തത് പ്രയോഗിച്ചിട്ടുണ്ട് ആ വാക്ക്. എന്താണ്? നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ദൈവദശകത്തില് അല്ലേ? നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ആര്യനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ഈശ്വര, നീ എന്റെ കഷ്ടപ്പാട് കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഓർക്കണം ആരാണ്? ആര്യനാണ്. അപ്പൊ നമുക്കൊരു കഷ്ടപ്പാട് വരുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് എന്തുകൊണ്ടാണ്? അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? അത് കഴിയുമ്പോൾ അത് മാറ്റും, അല്ലേ? അപ്പൊ എന്ത് പോലെയാണ്? അല്ലെ, ഈശ്വരൻ നമുക്ക് കഷ്ടപ്പാട് തരിക, നമ്മൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അല്ലെ? എന്തുപോലെയാണ്? അമ്മ കുട്ടിയുടെ മേത്ത് എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ അസുഖം മാറാനായിട്ട് അമ്മ കുട്ടിയുടെ ദേഹത്ത് ചില തൈലമൊക്കെ പുരട്ടുന്നു. കുട്ടിക്ക് അത് ഇഷ്ടമില്ല. കുട്ടി കിടന്ന് കരയുന്നു. അയ്യോ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കുട്ടി കരയുന്നു. അമ്മ എന്ത് പറയുന്നു? ഇതാ കഴിഞ്ഞു 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 എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇതൊക്കെ പുരട്ടുകയും ചെയ്യും, അല്ലേ? ചിലപ്പോൾ കുട്ടിക്ക് ദേഹത്ത് വേദന ഉണ്ടാവുന്ന വിധത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഉരച്ച് കളയേണ്ടതായിട്ടൊക്കെ ഒരു ഇഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ. അപ്പോഴൊക്കെ കുട്ടിക്ക് വേദനയുണ്ട്. കുട്ടി അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. അമ്മയ്ക്ക് അറിയാതൊക്കെ വേണമെന്ന്. പക്ഷെ കുട്ടിയുടെ അസുഖം മാറണമെങ്കിൽ എന്ത് വേണം? കുട്ടിക്ക് ഇങ്ങനെയുള്ള കഷായം കുടിക്കേണ്ടി വരും ചിലപ്പോൾ. അതുപോലെ ദൈവം നമ്മളെ കഷായം കുടിപ്പിക്കുന്നതാണ് ചില സമയത്ത് നമ്മുടെ കഷ്ടപ്പാടുകൾ. ശരിക്കും ഇത് ഓർത്താൽ എന്താണ്? ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി അവസാനം കുളിപ്പിച്ച് തോർത്തി അമ്മ എന്ത് ചെയ്തു? കുട്ടിയെ ദേഹത്തിൽ ഇട്ടു, അല്ലേ? ചുമലിലിട്ടു. അപ്പൊ എന്തായി? ആ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യം ഒക്കെ മാറ്റിക്കളഞ്ഞ് സായുജ്യം നൽകി. സയുക്കായി തീർന്നു. സയുക്കാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നായി തീരുക. കുഞ്ഞും അമ്മയും ഒന്നായി തീർന്നു. ഇതുപോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചില കഷ്ടതകൾ ചിലപ്പോ വേണ്ടി വരും. കുഞ്ഞിന് കഷായം കൊടുക്കുന്ന പോലെ, കുഞ്ഞിനെ എണ്ണ തേപ്പിക്കുന്ന പോലെ, തൈലം പുരട്ടുന്ന പോലെയൊക്കെയാണ്. അത് കഴിഞ്ഞ് എന്താണ്? എല്ലാം ദേഹത്തു നിന്ന് എല്ലാം തുടച്ചു കളഞ്ഞ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യം എല്ലാം മാറ്റി എന്താണ്? അമ്മയും കുഞ്ഞും ഒന്നായി തീരുന്നു. ഇതുപോലെയാണെന്നാണ് ആ ദൈവദശകത്തിലെ ആ ഒരു ശ്ലോകം വലിയ വ്യാഖ്യാനം അർഹിക്കുന്ന ഒന്നാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ എന്തായിരിക്കുന്നു? ചാരിത്രേണ യുക്തഃ എന്നുള്ളതിന് വിപുലമായ അർത്ഥതലമുണ്ട്
എന്ന് നമ്മൾ അറിയണം. ചാരിത്രേണ ചകോയുക്ത, ചാരിത്രത്തോടു കൂടിയവൻ ആരാണ്? പിന്നെ എന്താണ് ചാരിത്രേണ ചകോ? സർവഭൂതേഷു കോ ഹിതഃ, സർവഭൂതേഷു കഹ ഹിതഃ, എല്ലാ ഭൂതങ്ങളിലും ആരാണ് ഹിതനായിരിക്കുന്നവൻ? ഹിതൻ എന്ന് പറഞ്ഞാൽ ഹിതം പ്രവർത്തിക്കുന്നവൻ എന്ന്. നമുക്ക് സാധാരണ പ്രവൃത്തികൾ രണ്ടു തരമുണ്ട്, ഒന്ന് ഹിതവും ഒന്ന് പ്രിയവും. അതല്ലാത്ത വേറെയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് പ്രവൃത്തികളുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് ഹിതമായ പ്രവൃത്തി, ഒന്ന് പ്രിയമായ പ്രവൃത്തി. ഹിതമായത് എന്താണ്? ഹിതമായത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ഭാവി നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ് ഹിതം. ഉദാഹരണം പറഞ്ഞാൽ കുട്ടിയോട് പറയുന്നു, ഇവിടെ സ്കൂൾ തുറന്നില്ലേ, നീ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ കളിയൊക്കെ മാറ്റി മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് ഇരുന്ന് പഠിക്കേ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് എന്താവില്ല, ഇഷ്ടമല്ല. പക്ഷെ അത് കുട്ടിയുടെ ഭാവി നന്മയ്ക്ക് ഉതകുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ്? അത് ഹിതമാണ്. പ്രിയം എന്താണ്? പ്രിയം ആ ചെയ്യുന്ന സമയത്ത് ഇഷ്ടമാണ്, പക്ഷെ പിന്നീട് എന്തായിക്കൊള്ളുന്നില്ല, നന്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. കുട്ടിക്ക് കളിക്കാനാണ് ഇഷ്ടം, ശരി നീ കളിച്ചോ, മുഴുവൻ കളിക്കുന്ന സമയത്ത് കളിക്കണം. പക്ഷെ കുട്ടി എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ മിണ്ടാതിരിക്കുന്ന അച്ഛനും അമ്മ എന്താണ് ചെയ്യുന്നത്? കുട്ടിയുടെ പ്രിയമാണ് നോക്കുന്നത്. പക്ഷെ കുട്ടിയുടെ ഭാവി നന്മയ്ക്ക് ഉതകാത്തത് വെറും പ്രിയ മാത്രമാണ്, അത് ഹിതമല്ല. എല്ലാ ഭൂതങ്ങളിലും ഹിതമായിരിക്കുന്നവൻ ആരാണ്? എല്ലാ ഭൂതങ്ങളോടും ഹിതമായ വിധത്തിൽ അവയുടെ ഭാവി നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്നാണ് സർവഭൂതേഷു കോ ഹിതഃ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം. അതുപോലെ വിദ്വാൻ കഹ, വിദ്വാൻ, വിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. വിദ്വാൻ, അറിവുള്ളവൻ ആരാണ്? അറിവുള്ളവൻ. നമുക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും, അറിവുണ്ടാവും, പക്ഷെ നമുക്ക് എന്തില്ല, തിരിച്ചറിവ് ഉണ്ടാവാറില്ല. തിരിച്ചറിവ് വേണം. അറിവ് കൊണ്ട് കാര്യമില്ല, തിരിച്ചറിവും കൂടെ ഉണ്ടായാലേ പറ്റും. ആ തിരിച്ചറിവുള്ളവൻ ആരാണ്? വിദ്വാൻ കഹ, കഹ സമർത്ഥശ്ച, ആരാണ് സമർത്ഥനായിട്ടുള്ളത്? സമർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമർത്ഥൻ എന്ന് പറഞ്ഞാല് കർമ്മകുശലനായിട്ടുള്ളവൻ, ഒരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്യാൻ കഴിവുള്ളവൻ, സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ അതിനെ ചെയ്യാൻ കഴിവുള്ളവനാണ് സമർത്ഥൻ. കശ്ച ഏക പ്രിയദർശന, പ്രിയദർശനായിരിക്കുന്നവൻ. പ്രിയദർശനം എന്ന് പറഞ്ഞാൽ പ്രിയമായ ദർശനത്തോടുകൂടെ എല്ലാവർക്കും കാണുവാൻ ഇഷ്ടമുള്ളവൻ, പ്രിയമുള്ളവനായിട്ടുള്ള ആൾ ആരാണോ അങ്ങനെയുള്ള ആൾ ആരെങ്കിലും ഉണ്ടോ? കുറെ ആളുകൾക്ക് ഇഷ്ടമാവും, കുറെ ആളുകൾക്ക് ഇഷ്ടക്കേടുമാവും. അങ്ങനെ ആവാൻ പാടില്ല. ഒരേപോലെ എന്താണ്, എല്ലാവർക്കും പ്രിയദർശനായിട്ടുള്ളവൻ ആരാണ് എന്നർത്ഥം. ഇനി ആത്മവാൻ കോ ജിതക്രോധ, ആത്മവാൻ ആരാണ്? ആത്മ എന്ന് പറയുന്നത് അർത്ഥം സെൽഫ് അല്ലേ? നല്ല ബലിഷ്ഠമായിട്ടുള്ള ഉറച്ച അചഞ്ചലമായ സെൽഫ്, അതിൽ നിന്ന് ചലിക്കാതിരിക്കുന്ന അചഞ്ചലമായിട്ടുള്ള എന്താണ് ആ പ്രഭാവത്തോട്, ആത്മപ്രഭാവത്തോട്, വ്യക്തിപ്രഭാവത്തോട് കൂടിയവൻ ആരാണ്? ആത്മവാൻ കോ ജിതക്രോധ, ജിതക്രോധൻ ആരാണ്? ജിതമായ ക്രോധത്തോട് കൂടിയവൻ, ക്രോധത്തെ ജയിച്ചവൻ. ക്രോധത്തെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രോധത്തിന് അദ്ദേഹത്തിന് മുകളിൽ ഒരു പ്രഭാവവും ഉണ്ടാകാൻ പാടില്ല. നമ്മളെങ്ങനെയാണ്? ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോന്നിയതുപോലെയാണ് അല്ലേ? ക്രോധം നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കും. അപ്പോ ക്രോധ, ജിതക്രോധ, ജിതക്രോധനായിട്ടുള്ളവൻ ആരാണ്? ക്രോധത്തെ ജയിച്ചവൻ. ക്രോധത്തിന് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രഭാവവും ഇല്ലാതിരിക്കുക. കോപവശകനായി ഒന്നും പ്രവർത്തിക്കാത്തത്, എപ്പോഴും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി മാത്രം പ്രവർത്തിക്കുന്നവൻ. ആത്മവാൻ കോ ജിതക്രോധോ ദ്യുതിമാൻ കോ അനസൂയക. ദ്യുതിമാൻ ആരാണ്? ദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശോഭയാണ്. ശോഭയുള്ളവൻ ആരാണ്? ശോഭ എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ ത്വക്കിന്റെ ശോഭയല്ല, നിറമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ആത്മീയമായിട്ടുള്ളതായ ശോഭയാണ്. ആ ശോഭയോടുകൂടി ഇവൻ ദ്യുതിമാൻ ആയിട്ടുള്ളത് ആരാണ്? കോ അനസൂയക. അനസൂയകൻ ആരാണ്? അനസൂയക, അസൂയയില്ലാത്തവൻ ആരാണ്? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസൂയ പര ഉത്കർഷ അസഹിഷ്ണുതയാണ്. പരോത്കർഷ അസഹിഷ്ണുത, പരന്റെ
ഉത്കർഷത്തെ സഹിക്കാതിരിക്കലാണ് അസൂയ എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ മത്സരബുദ്ധി, മാത്സര്യം. മത്സരത്തിനും അങ്ങനെയുണ്ട്. മറ്റൊരാൾക്ക് ഉത്കർഷം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പലപ്പോഴും മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് സ്കൂളുകളിൽ. ശരിക്കും പറഞ്ഞാൽ മത്സരം നടത്താൻ പാടില്ല, അല്ലെ? ഓരോരുത്തർക്കും അവനവന്റെ കഴിവിനെ പ്രദർശിപ്പിക്കാനുള്ള അവസരം കൊടുക്കാം. ഓട്ടമാണെങ്കിൽ തന്നെ, അല്ലേ? കുട്ടികളോട് ചോദിക്കാം, എത്ര പേർക്ക് എന്താണ് 50 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി വരാൻ കഴിയും? മറ്റുള്ളവരൊക്കെ ഓടാൻ പറ്റുന്നവരൊക്കെ ഓടട്ടെ. പിന്നെ എന്താണ്, അല്ലാത്തവനോട് എന്തുണ്ടാകാൻ പാടില്ല? സ്പർദ്ധ ഉണ്ടാകാൻ പാടില്ല. അവനോട് മത്സരബുദ്ധി ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. ഇവിടെയൊക്കെ അസൂയ കലുഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ് മീറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ പറ്റും, പല ടീമുകളും വന്നിട്ട് വേറെ ടീമുകളുടെ എൻട്രി ഒക്കെ ചോദിക്കും. അവരുടെ എൻട്രി ഒന്ന് തരുമോ, ഇവരുടെ എൻട്രി ഒന്ന് തരുമോ, ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ കോളേജിന്റെ എന്നൊക്കെ പറയും. എന്തിനാണ്? അതൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും വിധത്തിൽ അതിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ. അപ്പൊ സ്വന്തം കഴിവുകൊണ്ടല്ല നേടുന്നത്. പിന്നെ എന്താണ്? മറ്റൊരാളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നോക്കാനുള്ള പ്രവണതയും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ മാത്സര്യം എന്ന് പറയുന്നത്, മത്സരബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാത്സര്യം. അപ്പൊ അത് പാടില്ല. അപ്പൊ ഈ ക്രോധവും പിന്നെ എന്താണ്, ഈ അസൂയ, മറ്റൊരാൾ ഉയർന്നു പോകുന്നത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് ഉണ്ടാകാത്ത ആളാണ് അനസൂയഗഹ എന്ന് പറയുന്നത്. അപ്പോ ആരൊക്കെയായി? എന്താണ്? വിദ്വാൻ കസമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ ആത്മവാൻ കോ ജിതക്രോധോ ദ്വിതിമാൻ കോ അനസൂയഗഹ കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ. തന്നെയുമല്ല, അയാൾ പാവമായിരിക്കാനൊന്നും പാടില്ല. പാവമെന്ന് പൗരുഷം വേണം, കർമ്മശക്തി വേണം, അല്ലേ? അങ്ങനെ എന്തായിരിക്കണം? കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്ക് എന്താവണം? രോഷം വന്നാൽ, രോഷം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള രോഷമാണ്? ധർമ്മത്തിന് വേണ്ടിയുള്ള രോഷം. ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഭഗവത്ഗീതയെ പറയുന്നില്ലേ, ഭഗവാൻ പറയുന്നു, അർജുനോട് പറയുന്നു, അർജുന ഞാൻ എപ്പോഴാണ് അവതരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്, അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും അധർമ്മത്തിന് ഉത്കർഷം, ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവതരിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ അവിടെ രക്ഷിക്കണം, അല്ലെ? തോറ്റുപോകുന്ന സാധുക്കളെ അവിടെ എന്ത് ചെയ്യണം? ഉയർത്തിക്കൊണ്ടുവരണം. അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്കർമ്മകൃത്തുക്കളെ എന്ത് ചെയ്യണം? ഉന്മൂലനം ചെയ്യണം. അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രോധമുണ്ട്. അപ്പൊ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ക്രുദ്ധനായാൽ കസ്യ ബിഭ്യതി, ആര് കൂടെ പേടിക്കണം? ദേവാശ്ച, ദേവന്മാർ പോലും. അങ്ങനെയുള്ള ഒരാളുടെ രോഷത്തിൽ ഭയന്നു പോകണം. ദേവന്മാരെ പോലും ഭയപ്പെടുത്തുവാൻ പര്യാപ്തമായ വിധത്തിലുള്ള ക്രോധമുള്ളവൻ ആരാണ്? അദ്ദേഹത്തിന്റെ സംയുഗത്തിൽ, സംയുഗം യുദ്ധം, സംഗ്രാമം, അങ്ങനെയുള്ള ആളുടെ സംഗ്രാമത്തിൽ ദേവന്മാർ പോലും ഭയന്നു പോകണം. അങ്ങനെയുള്ള ആൾ ആരാണ്? ഏതൊരാളുടെയാണോ രോഷത്തിൽ, യുദ്ധത്തിൽ രോഷം പൂണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ ദേവന്മാർ പോലും ഭയന്നു പോകുന്നത്, അവരെ പോലും ഭയപ്പെടുത്തുവാൻ പറ്റിയവൻ ആരാണ്? അങ്ങനെയുള്ള ആൾ കുറിച്ചാണ് വാൽമീകി ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, മഹർഷേ ത്വം സമർത്ഥോസി. അല്ലയോ മഹർഷേ, അങ്ങ് സമർത്ഥനാണ്. കാരണം എന്താണ്? അങ്ങ് ഭുവനാന്തരേഷു അഭി സഞ്ചരിഷ്ണുവാണ്. ഭുവനാന്തരങ്ങളിൽ പോലും സഞ്ചരിക്കുന്നവനാണ്. ഈ ഭൂലോകത്തോ അല്ലെങ്കിൽ പാതാള ലോകങ്ങളിലോ മാത്രമല്ല, 14 ലോകങ്ങളിലും, അല്ലേ? ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, പിതൃലോകം, സത്യലോകം, തപോലോകം, എല്ലാ ലോകങ്ങളിലും അങ്ങ് പോകുന്നവനാണ്. അതലങ്ങളിലും വിതലങ്ങളിലും സുതലങ്ങളിലും, തലാതലം, മഹാതലം, പാതാളം, എല്ലാ ലോകങ്ങളിലും അങ്ങ് പോകുന്നവനാണ്. അങ്ങനെ പോകുന്നവനായ അങ്ങേക്ക് അങ്ങ് സമർത്ഥനാണ്. ഏവം വിധം നരം ജ്ഞാതും. ഇങ്ങനെയുള്ള നരനെ അറിയുവാൻ അങ്ങ് സമർത്ഥനാണ്. അതുകൊണ്ട് ഇത് അറിയുവാൻ മേ പരം കൗതൂഹലം, എനിക്ക് വലിയതായ
കൗതുകമുണ്ട് എന്നാണ് നാരദനോട് വാൽമീകി ചോദിക്കുന്നത്. ഞാൻ ഈ ഭാഗം ഒന്നും കൂടെ വായിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓം തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുംഗവം കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ ചാരിത്രേണ ച കോ യുക്തഃ സർവഭൂതേഷു കോ ഹിതഃ വിദ്വാൻ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ ആത്മവാൻ കോ ജിതക്രോധോ ദ്യുതിമാൻ കോ നസൂയകഃ അസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. എന്തെങ്കിലും ഈ ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വിരോധമില്ല. എന്നെ കൊണ്ട് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു അല്ലേ? സ്വാധ്യായത്തിന്റെ മലയാളം അല്ലേ സാറേ? സ്വാധ്യായം മലയാള അർത്ഥം സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറഞ്ഞാല് എന്താണ്? ആത്മവിദ്യ അധ്യയനം, ആത്മവിദ്യ പഠിക്കല്, ആത്മവിദ്യ പഠിക്കുക, അതാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ആത്മവിദ്യ അധ്യയനം, ആത്മവിദ്യയെ പഠിക്കൽ. തനിയെ പഠിക്കുക എന്നൊരർത്ഥവും വേണമെങ്കിൽ പറയാം. തനിയെ തന്നെ പഠിക്കുക എന്നുള്ളത്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്, പരമമായ സത്യത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.